ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം? മഹാഭാരതമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം ഏത്? മഹാഭാരതം. ആരാണ് മഹാഭാരതം എഴുതിയത്? വേദവ്യാസൻ. വേദവ്യാസന്റെ മറ്റു പേരുകൾ കൃഷ്ണദ്വൈപായനൻ. കൃഷ്ണദ്വീപിൽ ജനിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൃഷ്ണദ്വൈപായനൻ എന്നു പേര് വന്നത്. പരാശരമുനിയുടെയും സത്യവതിയുടെയും മകനാണ് വേദവ്യാസൻ. ബോധരായണൻ എന്ന മറ്റൊരു പേരുകൂടി അദ്ദേഹത്തിനുണ്ട്. ഏകദേശം 1,24,000 പരം ശ്ലോകങ്ങൾ വരുന്ന മഹാഭാരതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന PSCtalks എന്ന ആപ്ലിക്കേഷൻ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് മുൻവർഷ ചോദ്യങ്ങളും മോക്ക് ടെസ്റ്റുകളും അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ PSCtalks എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പഠിച്ചു തുടങ്ങിയല്ലേ? ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മഹാഭാരത കർത്താവാരാണ്? വേദവ്യാസൻ. മഹാഭാരതത്തിൻ്റെ ആദ്യ പേര് ജയസംഹിത എന്നായിരുന്നു. ജയസംഹിത. ജയം എന്ന വാക്കിന് സംഖ്യാശാസ്ത്ര പ്രകാരം 18 എന്നൊരർത്ഥമുണ്ട്. മഹാഭാരതത്തിൽ 18 ദിവസം നീണ്ടു നിൽക്കുന്ന കുരുക്ഷേത്ര യുദ്ധം, യുദ്ധത്തിന് ഉപയോഗിച്ചിരിക്കുന്ന 18 അക്ഷോഹിണിപ്പട, മഹാഭാരതത്തിലെ പർവ്വങ്ങളുടെ എണ്ണം. പർവ്വങ്ങൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. പർവ്വങ്ങൾ എന്താണ്? പർവ്വങ്ങൾ മഹാഭാരതത്തിലെ അധ്യായങ്ങളെ പറയുന്ന പേരാണ് പർവ്വങ്ങൾ. ഇതിൽ 18 പർവ്വങ്ങളുണ്ട്. 18 അക്ഷോഹിണിപ്പട എന്ന് പറയുമ്പോൾ കൗരവർക്ക് 11 പാണ്ഡവർക്ക് 7 അക്ഷോഹിണിപ്പടകളാണ് മഹാഭാരതത്തിൽ ഉപയോഗിച്ചത്. കുരുക്ഷേത്രത്തിൽ വെച്ചാണ്, അതായത് ഇന്നത്തെ ഹരിയാനയിലാണ് കുരുക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുരുക്ഷേത്രത്തിൽ വെച്ച് 18 ദിവസം നീണ്ടു നിന്ന യുദ്ധമായിരുന്നു. 18 അക്ഷോഹിണിപ്പട ഉപയോഗിച്ച് 18 അധ്യായങ്ങളുണ്ട് മഹാഭാരതത്തിൽ, പർവ്വങ്ങൾ. സർക്കാർ ജോലിക്ക് ഇനി ഇതാണ് പുതിയ ലോജിക്. PSCtalks.